വെൽക്കം ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഫൈനലി ഗൈസ് ഗ്രാനി 3 ആണ്. എനിക്ക് ഇതിൻ്റെ ഒരു ABCD പോലും അറിയത്തില്ല. ഏകദേശം ഒരു ചെറിയ കാര്യങ്ങളൊക്കെ അറിയാം, അതൊക്കെ ഉള്ളൂ. ബട്ട് ഗൈസ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി ചെയ്യാം ഗൈസ്. ഇതെന്തോ ആവുമെന്ന് ആർക്കറിയാം. ഡോർ എസ്കേപ്പാണ് ഞാൻ നോക്കുന്നത്, നടക്കോ ഇല്ലയോ എന്ന് ആർക്കറിയാം. ഞാൻ എന്തൊക്കെയോ വീഡിയോസൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, അതൊക്കെ ഉള്ളൂ. പിന്നെ ഈ വീഡിയോ വിടാനുള്ള മെയിൻ കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഗൈസ്. ഇന്നാളി ഒരു ഗ്രാനിയുടെ വീഡിയോ ഇട്ട് 1K അടിച്ചു ഗൈസ് വ്യൂസ്. അതൊക്കെയാണ് ഗൈസ് ഇതിൻ്റെ മെയിൻ കാരണം ഇവിടെ. ഗൈസ് നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാണ് കുന്ത്രാണ്ടമുണ്ട്, അത് കുത്തമ്പര ഗൈസ് തുറക്കുന്നേ. എന്തോ പിക്കോ ലോക്ക് പിക്കോ എന്തോ കുന്തോ ആണെങ്കിൽ ഇതും പറ്റാ തുറക്കുന്നേ, അത്രയേ ഉള്ളൂ. എന്താ ഗൈസ് തുറക്കാൻ പറ്റാത്ത? ഇതെങ്ങനെ? ഓക്കെ ഗൈസ്, വന്നു ഞെക്കി പിടിക്കാൻ. ഓക്കെ നമ്മൾ ഞെക്കി പിടിക്കും ഗൈസ്. നീ എന്തോ ആവുമെന്ന് ആർക്കറിയാം. എനിക്ക് ഡേ 5 ഇങ്ങാനും രക്ഷപ്പെട്ടാലാണെങ്കിലും മതിയായിരുന്നു. ഞാനിത് പറഞ്ഞല്ലോ ഗൈസ്, ഫസ്റ്റ് ടൈമാണ്. അന്നേരം നമ്മൾ കളി നോക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ട് ഗൈസ്. ആരോ കുത്തുന്നുണ്ടല്ലോ, അതാരാ? ഗൈസ് ഗ്രാൻഡ് ബാ. കയറി ഒളിച്ചിരിക്കണം, പണിയാ. അല്ലെങ്കിൽ ഗ്രാൻഡ് ബാ ഇച്ചിരി കളവാ. നമുക്ക് ഗ്രാൻഡ് ബേ എന്തോ വിളിക്കും ഗൈസ്, ഗ്രാൻഡ് പാ എന്ന് വിളിക്കാൻ ഒരു സുഖമില്ല. അപ്പാപ്പൻ. അപ്പാപ്പൻ വന്ന് വരുക ഗൈസ്. ഗ്രാനി അമ്മമ്മ. അമ്മുമ്മയും അപ്പാപ്പനും. സെറ്റ് ഗൈസ്. പോയോ ഗൈസ്? പോയെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. നമുക്കിപ്പം കയറി പോവാം ഗൈസ്. പുറത്തെ ഗൈസ് ഗ്രാനി കയറി വരുന്ന ഇങ്ങോട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു. ഞാനിതിനകത്ത് കളിക്കുന്നത് കണ്ടിട്ടുള്ള എല്ലാവരും ആദ്യം വരുമ്പോൾ മേശയൊക്കെ എന്നാണ്ടൊക്കെ തുറക്കും. നമുക്കും അങ്ങ് തുറക്കാം. നമ്മൾ ന്യൂബാണെങ്കിലും പ്രോയെക്കൂട്ട് അഭിനയിക്കും ഗൈസ്, അതാണ് നമ്മുടെ പരിപാടി. അത്രയേ ഉള്ളൂ. ഇതാന്ന് തോന്നുന്നു ഗൈസ് അപ്പാപ്പൻ്റെ മുറി. കട്ടിലിൻ്റെ കീഴിൽ കിടന്ന് കഴിഞ്ഞാൽ അപ്പാപ്പൻ വന്ന് കിടന്ന് ഉറങ്ങുക ഗൈസ്. അങ്ങനെ ഉറങ്ങുമായിരുന്നെങ്കിൽ സെറ്റായിരുന്നു ഗൈസ്. നമുക്ക് അപ്പാപ്പൻ്റെ തോക്ക് കിട്ടും. ഇന്ന് കിട്ടിയാൽ മതിയായി. നമുക്ക് ലക്കുണ്ടെങ്കിൽ പറ്റും. ഞാൻ കണ്ടിട്ടുള്ള എങ്ങനെ. ബട്ട് ഗൈസ് അപ്പാപ്പൻ വരുന്നില്ലല്ലോ. വന്നായിരുന്നെങ്കിൽ ഈ മോനെ സെറ്റാ. അപ്പാപ്പനൊന്നും വരത്തില്ല. നമുക്കിവിടെ തോക്കിൻ്റെ ഉണ്ട വല്ലതും ഉണ്ടോ നോക്കാം. ഉണ്ട മണ്ടക്കിരിപ്പുണ്ട്. എന്തോ ഒരു കീ കിട്ടിയല്ലോ. എന്തോ അത് കീ ആണോ? ഒന്നും കിട്ടിയില്ല ഗൈസ്. അതെ കാലി. അപ്പാപ്പ റിച്ച് അല്ല ഗൈസ്. ഇതെന്തോ ഇവിടെങ്ങാണ്ട് എവിടെയോ കയറുമ്പം ഗ്രാനി വരത്തില്ലെന്ന് അങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഏറ്റവും മണ്ടക്കത്തെ ഫ്ലോറാന്ന് തോന്നുന്നു ഗൈസ്. എനിക്കിതിനകത്തൊന്നും അറിയില്ല. ആകെ അറിയാവുന്ന തെടിയിട്ട സിലിണ്ടറിനെ കൊല്ലാവെന്നും പിന്നെ അപ്പാപ്പൻ ഉറങ്ങുമെന്നും പിന്നെന്തുവാ തെറ്റാലി ഉണ്ടെന്നും സ്ലിംഗ് ഷോട്ട് പിന്നെ തോക്കു. അതൊക്കെ വെടിവെച്ചാൽ 2 മിനിറ്റ് കിടക്കും. അതൊക്കെ അറിയത്തുള്ളൂ ഗൈസ്. മെയിനായിട്ട് നമ്മൾ പറഞ്ഞില്ലേ ഓൾറെഡി ന്യൂബാ. പിന്നെ നമ്മൾ രക്ഷപ്പെടുന്നതിന് എന്നാണ്ടൊക്കെ വേണമല്ലോ, അതും എനിക്കറിയാം. എന്നാണ്ട് ജനറേറ്റർ കേബിളും ഫ്യൂസും ഒക്കെ വേണം. നമ്മൾ കളിക്കുന്നത് കണ്ടിട്ടേ ഉള്ളൂ. ഇതിനകത്ത് വല്ലതും ഉണ്ടോ? ഗൈസ് പാടിലൊക്കെ കിട്ടി. എന്തോറ്റി? സിലിണ്ടറീന ഗൈസ്. എനിക്ക് തോന്നുന്നു ഇതാന്ന് തോന്നുന്നു അപ്പാപ്പനെ. മറ്റേത് ഗ്രാനിയുടെ റൂമാണ്. കുഴപ്പമില്ല, നല്ല റൂമാണ്. അപ്പാപ്പൻ വരുന്നു ഗൈസ്. ഇന്ന് നടക്കും. അന്ന് നമ്മളെ പിടിക്കുമോ ഗൈസ്? അപ്പാപ്പൻ കിടന്ന് ഗൈസ് കയറി പൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ടോ? കള്ള അപ്പാപ്പൻ. ഇനി വാ ഗ്രാനി. എന്താ മുടയാ ഗ്രാനി? അയ്യോ, ഒരുണ്ട് ഓർക്കാതെ പോയി. ഇപ്പം ഗ്രാനി മിക്കവാറും വരും ഗൈസ്. ഇത് ചെയ്യാനാണ് മണ്ടത്തരം. അതേ ഉള്ളു ഗൈസ് നമുക്കെപ്പോഴും.
അയ്യോ സിലിണ്ടർ എറിഞ്ഞ ഈ കുന്തമെല്ലാം കൂടെ ഒരുമിച്ച് വരും. അതാ ഗൈസ് വിഷയം. ഇനി വാ. ഏതാ വാ 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 വാ. ഇതാ ആരാ? വാടാ. പേടിയാ? ഇത് ഗ്രാനി എന്തി? ഓ പുള്ളി എണ്ണിച്ചോ? പുള്ളികളെ നമ്മൾ നെഞ്ചത്തിട്ട് തീർത്തിട്ടുണ്ട്. വന്നല്ലോ വന്നല്ലോ. അവിടെ ഈ 2 മിനിറ്റത്തേന് അവിടെ കിടക്കും. അത്രയേ ഉള്ളൂ. പറ്റുമോ എണ്ണിച്ച് വരാം? വാ വാ, ധൈര്യം ഉണ്ടെങ്കിൽ വാ. അത്രയേ ഉള്ളൂ. നമ്മളെ പേടിയേ ഗൈസ്, അമ്മാമ്മയ്ക്കും അപ്പാപ്പനും. ഇനി നമുക്ക് ആദ്യം സിലിണ്ടറിനെ നമുക്ക് ചെടി വെച്ച് കളയണം, എന്നാലേ വല്ലതും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം ചുമ്മാ തുറന്നിടാൻ ഗൈസ്, അന്നേരം ആവശ്യം വരുമ്പോൾ എന്തൊക്കെ വേണമെന്ന് അറിയാമല്ലോ. എനിക്ക് തോന്നുന്നു ഗൈസ്, നമ്മളിതെല്ലാം തുറന്നിട്ട് ഗ്രാനി ഇതെല്ലാം അടയ്ക്കുമെന്ന് എന്തോ തോന്നുന്നു. സിലിണ്ടറീന ഗൈസ്, ഞാൻ പിന്നെ വേറൊരു കാര്യം പറയാം. സിലിണ്ടറീന വരുമ്പോൾ സിലിണ്ടറിനയുടെ നേരെ അങ്ങ് പോയാൽ മതി ഗൈസ്. സിലിണ്ടറിനയുടെ അകത്തൂടെ വെളിയിലോട്ട് വന്നാൽ നമ്മൾ സിലിണ്ടറിനെ പോവും ഗൈസ്. ഞാൻ അത് ഈയിടയ്ക്കാണ് കണ്ടുപിടിച്ച്, യൂട്യൂബിൽ കണ്ടതാ. അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി പറഞ്ഞു തന്നതാ. ഞാനത്തൊന്നും ഒരു കുന്തവും ഇല്ല. ഇതൊക്കെ പിന്നെ എന്തോതിനുണ്ടാക്കിയിട്ടേക്ക് പോവാ, പിച്ചാന്ന് തോന്നുന്നു. എൻ്റെ ഗ്രാനിയുടെ 4ഉം 5ഉം ഒക്കെ ഇറങ്ങിയെന്ന് പറയുന്നത് കേട്ട്. അതൊക്കെ PC ഉള്ളൂ. 4 വരുമ്പോൾ ഏതായാലും നമ്മളൊന്ന് ട്രൈ ചെയ്യുന്നതാണ്. സിലിണ്ടറിന് എന്താ സിലിണ്ടറിനൊക്കെ അത്രേ ഉള്ളൂ. ഈ ബാക്ക് ഡോർ ഞാൻ കണ്ടിട്ടുണ്ട്, പുറവശം വഴി ഇറങ്ങിപ്പോകുന്നത്. അതെന്താ ഇതിനകത്തില്ലേ? ഇതല്ല മറ്റേ എലിവിലേറ്റർ അല്ല, എന്താ അതിന് പറയുന്നത്? ലിഫ്റ്റ്. നമ്മുടെ ഭാഷ ലിഫ്റ്റ് എന്ന് പറയും. അത് മണ്ടയ്ക്ക് പോയി. എങ്ങനെയെങ്കിലും നമ്മുടെ ചെടി കിട്ടി കഴിഞ്ഞാൽ സിലിണ്ടറിനെ അങ്ങ് ഒഴിപ്പിക്കുക. നമ്മൾ മന്ത്രവാദം ചെയ്ത് സിലിണ്ടറിനെ ഓടിക്കും ഗൈസ്. നമ്മൾ പണ്ടത്തെ മന്ത്രവാദിയാ. ആരെങ്കിലും വന്ന് ഞാൻ ഇപ്പം കഥ തീർക്കും. ഞാനിപ്പം ഇത്തിരി പ്രോയായിട്ടുണ്ട് എന്ന് തോന്നുന്നു. വന്ന് ഗൈസ്. ഇതെനിക്ക് ഞാൻ കണ്ടിട്ടുള്ള മിക്കവാറും ഈ മണ്ടക്കോട്ട് പോകുന്ന ഒരു വഴിക്കാണെങ്കിൽ ഒരു ഷെൽഫ് പോരുണ്ട്. അവിടെ ആയിരിക്കും മിക്കവാറും പാവ ഇരിക്കുന്നത്. നമ്മുടെ ഏതായാലും ഇന്നത്തെ ഗ്രാനിയുടെ വീഡിയോയ്ക്കകത്ത് സിലിണ്ടറിനെ ഒഴിപ്പിക്കണം. നമ്മൾ മന്ത്രവാദം ചെയ്യും. ഇവിടെ കണ്ട് ഏതോ ഷെൽഫില്ല, അതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കൊന്നു നിൽക്കത്തുമില്ല. ഇവിടെ ഉണ്ടോ? ഇതൊന്നുമില്ല. ഇതെങ്ങനെ ഗൈസ് ലിഫ്റ്റ് നിർത്തുന്ന ആർക്കെങ്കിലും അറിയാവോ ഗൈസ്? ഇതിനകത്ത് വല്ലതും കാണും. ഇതിന് ക്രോബാർ വേണം ഗൈസ്, ക്രോബാർ. അതിന് താഴെ ഇവിടെ ഇരിക്കുന്നത് ട്രെയിൻ എടുക്കാൻ പോകുന്നത്തെ ഒരു ക്രോബാർ. എന്നിട്ട് സ്ലിംഗ് ഷോട്ട് എടുക്കണം, അതിന് വെപ്പൺ കീ വേണം. സിലിണ്ടറിന് ഇവിടെ ഗൈസ് നമ്മൾ മന്ത്രവാദം ചെയ്ത് തളയ്ക്കാൻ പോകുന്നത്. ആ ഊഞ്ഞാലിൽ ലാറ്റി സിലിണ്ടറിനെ തളയ്ക്കും. ഞാൻ കണ്ടിട്ടുള്ള താഴെ ഉണ്ടെന്നാ ഗൈസ്. ഇതുകൊണ്ട് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ആണെന്ന് തോന്നുന്നു. നമുക്കാദ്യം താഴെ ഇറങ്ങിയിട്ട് ഗ്രാനി അങ്ങ് കത്തമാക്കി വിട്ടേക്കാം ഗൈസ്. നമ്മളിപ്പം പ്രോ ആയിട്ടുണ്ട്, പണ്ടതുകൊണ്ടൊന്നുമല്ല. കത്തമാക്കുമെന്ന് പറഞ്ഞാൽ കത്തം. ഇത്രയോട് ഗൈസ്. എൻ്റെ അടിയിലൊക്കെ കയറിയിരിക്കാൻ പറ്റും. ഓ ഗൈസ് പറ്റും ഗൈസ്. അതുകൊണ്ട് ആ ഷെൽഫിനകത്താണ് ഞാൻ ചെടി കണ്ടേക്കുന്നത്. എനിക്കട്ടെ ചെടി എല്ലാ സമയത്തൊന്നും അങ്ങനെയില്ല, ഇടയ്ക്കൊക്കെ അവിടെ ഇരിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ചെടി ആദ്യം ഗ്രാനി ഇങ്ങോട്ടൊന്ന് നീ വെടി വെച്ച് വിട്ടിട്ട് നമുക്ക് പോകാൻ. ഓ ഗൈസ് ടിക് 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 സൗണ്ട്. ഓ ഗൈസ് ലിഫ്റ്റ്. ഗൈസ് ഈ സംഭവം അത് താഴെയുമില്ലേ? പക്ഷെ താഴെ ഉണ്ടായാൽ നമുക്ക് എങ്ങനെ മണ്ടക്കോട്ട് കയറാൻ? ഇനി താഴെ വരുന്ന നോക്കിയിരിക്കണം. ഒന്നാമതെ ഗ്രാനിയും ഗ്രാൻഡ് ബൈക്കും ഭ്രാന്തളക്കും ഇതെടുക്കുമ്പം.
ഓ ഇതിൻ്റെ അകത്തുനിന്ന് വെളിയിൽ പോയി ഇനി വന്ന്. ഓക്കെ ഗൈസ്, അപ്പം തന്നെ ഇറങ്ങി ഓടിക്കുകയാണ് ഗ്രാനിയും ഗ്രാൻഡ്ബയും കൂടെ. നമുക്ക് എങ്ങനെങ്കിലും ഡേ 1 തന്നെ സിലിണ്ടറിൻ്റെ കഥ തീർക്കണം. പിന്നെ അപ്പാപ്പനെ അമ്മാമ്മയെ കൊല്ലാൻ അങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ, നമുക്ക് എസ്കേപ്പ് ചെയ്യാനേ പറ്റത്തുള്ളൂ. കൊല്ലാൻ പറ്റുമായിരുന്നെങ്കിൽ നമ്മളങ്ങനെ മന്ത്രവാദം ചെയ്ത് തളച്ചേനും ഗൈസ്. നമ്മളൊരു മന്ത്രവാദിയായി കഴിഞ്ഞു ഗൈസ്. മന്ത്രവാദി, കക്കാശി മന്ത്രവാദി ഗൈസ്, കക്കാശി മന്ത്രവാദി. ഗ്രാനിയും ഗ്രാൻഡ്ബയും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഇറങ്ങിപ്പോവാൻ. ഈ പ്രാവശ്യം നമ്മൾ ജയിച്ചിട്ടില്ലെങ്കിൽ ഈ കളിയിൽ അടുത്ത പ്രാവശ്യം ഞാൻ സ്ലിൻഡറിനെ മാത്രം വെച്ചൊന്ന് കളിച്ച് നോക്കാൻ കഴിയും. എന്നാൽ നമ്മളെപ്പം കളി ജയിച്ചെന്ന് ചോദിച്ചാൽ മതി, താളത്തിട്ടിട്ട് സ്ഥലം വിടാം. എനിക്കൊന്ന് ഗൈസ് സ്ലിൻഡറിനെ മാത്രം വെച്ച് കളിക്കാൻ പറ്റത്തില്ല. ഒന്നേ ഗ്രാനി അല്ലെങ്കിൽ ഗ്രാൻഡ്ബേ പറ്റത്തുള്ളൂ. പക്ഷേ വേറൊരു ഗെയിം ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്, സ്ലിൻഡറിനെ എന്ന് പറയുന്നത്. അപ്പൻ ബട്ട് അത് ഗ്രാനിയുടെ ആൾക്കാരുണ്ടാക്കിയല്ലെന്ന് തോന്നുന്നു. അപ്പാപ്പ സെറ്റാ ഗൈസ്. ഇനി ആ സാധനം നമ്മുടെ മണ്ടയ്ക്ക് വരും. അപ്പാപ്പം വെളിയിലുണ്ട്, നമ്മൾ ചത്തു പോകും ഗൈസ്. സാധനം നമ്മുടെ മണ്ടയ്ക്ക് ഒന്ന് അടിക്കൂ ഗൈസ്, എനിക്കറിയത്തില്ല. അപ്പാപ്പൻ ഇവിടെ ഉണ്ട്, ആ സാധനം മണ്ടയ്ക്ക് ഒന്ന് അടിക്കാതിരുന്നാൽ മതിയായിരുന്നു ഗൈസ്. അവിടെ സ്റ്റക്കായിരിപ്പുണ്ട്, അങ്ങോട്ട് കുഴപ്പമില്ല. ഓ ഇത് വരുന്നുമില്ല, അപ്പാപ്പം വെളിയിരിക്കും കുന്തം. ഗൈസ് സെറ്റ്. ഇനി നമ്മൾ സ്ലിൻഡറിനെ തിളയ്ക്കാൻ പോവുകയാണ് ഗൈസ്. ആദ്യമായിട്ട് ഞാൻ സ്ലിൻഡറിനെ തിളയ്ക്കാൻ പോകണം, അതും യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സിലിണ്ടറിനെ തിളയ്ക്കാൻ പോവുകയാണ്. എല്ലാവരും കാത്തിരിക്കുക ഗൈസ്, റെയർ മൂമെൻ്റ് ആണ് ഗൈസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ തന്നെ ഇപ്പോഴും വരാൻ പോകുന്ന റെയർ മൂമെൻ്റ്, അല്ലാതെ നമുക്ക് റെയർ ആയിട്ടുള്ളത്, അല്ലാതെ നമ്മുടെ അപ്പാപ്പം വരുന്നത് അതിച്ചിരി ഇച്ചിരി റെയർ. അപ്പാപ്പം വന്ന് കിടക്കുന്നത് അങ്ങനെയൊന്നും കിടക്കാറില്ല, വല്ലപ്പോഴേ കിടക്കാറുള്ളൂ. ഇടാൻ പോവുകയാണ്. ഓക്കെ റെയർ മൂമെൻറ്റ്. ഓക്കെ ഇതാ കുഴപ്പം, ഇതൊക്കെ ഈ പ്രോസിൻ്റെ കുഴപ്പം, സമയത്തൊന്നും നടക്കത്തില്ല. ഓ വന്ന് എന്താ ചെയ്യാൻ ഗൈസ്, പ്രോ ആയിപ്പോയി, സമയത്തൊന്നും നടക്കത്തില്ല. ആ ഓക്കെ ഗൈസ് സെറ്റ്. എന്തുവാ പോവാ പോ സ്ഥലം കാലിലേക്കോ മോന്ത കണ്ടോ? അത് തന്നിട്ടുണ്ട് ഗൈസ്, സേഫ്റ്റി ഓൾറെഡി സിൻഡറിന കോമൺലി തരാറുള്ള ഇതാന്ന് തോന്നുന്നു ഗൈസ്, പാഡ്ലോക്കി. ബട്ട് പാഡ്ലോക്കി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സേഫ് കീ ആണ് ഇതിൻ്റെ എന്തോ ഗൈസ് ഉപയോഗം എനിക്കറിയത്തില്ല. എനിക്ക് ആകെ അറിയാവുന്ന ഷെഡ് കീയും ആകെ പാഡ്ലോക്കി താഴെ ഒരു കുന്തമുണ്ട് നമ്മൾ വരുന്നിടത്ത്. ക്രോബാർ ഇനി എവിടെ നിന്നെങ്കിലും ഒപ്പിക്കണം ഗൈസ്. ക്രോബാർ ഒപ്പിക്കണമെങ്കിൽ സ്ലിംഗ് ഷോട്ട് വേണം, അതിന് വെപ്പൺ കീ വേണം. വെപ്പൺ കീ ഇനി ഇവിടെ നിന്ന് ഒപ്പിക്കും. നമുക്കൊന്ന് അടിച്ച് പറക്കേണ്ട വരും ഗ്രാനിയുടെ ഹൗസ്. ഈ ശരിക്കും പിന്നെ ഗ്രാനിയുടെ ഹൗസിൻ്റെ ഫുൾ സ്ഥലം പോലും അറിയത്തില്ല ജോന് എന്തൊക്കെയാണ്. ഈ സൈഡിലോട്ട് ഗ്രാനി വരത്തില്ലെന്ന് തോന്നുന്നു ഗൈസ്, ഈ ഫ്ലോറിലോട്ട് ഞാനങ്ങനെ കണ്ടിട്ടുള്ള. ഇനി നമുക്ക് എന്തോ ഒരു കുന്തം കിട്ടുമല്ലോ ഇങ്ങനെ വെക്കാൻ, എന്തോ അതിൻ്റെ പേര്, എന്തോ കുന്തമുണ്ട് തടിയുടെ മറ്റേ ഓക്ക് വുഡ് മൈൻക്രാഫ്റ്റിലെ എന്തോ പറയും, ഓക്കുന്നോ അങ്ങനെ എന്തോ പറയും. അതെടുത്ത് വെച്ച് അങ്ങോട്ട് പോയി സ്ലിംഗ് ഷോട്ട് എടുത്തിട്ട് വെട്ടി പൊട്ടിക്കണം ഗൈസ്, അങ്ങനെ നമുക്കൊരു സാധനം കിട്ടും. നമ്മുടെ ഗണ്ണ് ഇവിടെ ഇരിപ്പുണ്ട് ഗൈസ്. ഇനി ഗണ്ണെടുത്ത് ഗ്രാനിയെ നമുക്ക് പറപ്പിക്കാം ഗൈസ്. ഗണ്ണെടുക്കാൻ ഇന്ന് ഗ്രാനിയെ ഞാൻ ഇന്ന് കത്തമാക്കി വിടും ഗൈസ്. ഗ്രാനി തറയിടാം ഗൈസ്, ഗ്രാനി വരും തോന്നുന്നു ഗൈസ്. പേടിയാ ഗൈസ് ഗ്രാനിക്ക്. ഇപ്പം നമ്മൾ ഇച്ചിരി പ്രോയായിപ്പോയി, എന്താ ചെയ്യാനാണ്. ഗ്രാനിയൊക്കെ പേടിച്ചിട്ട് വരത്തില്ല, അതാണ് നമ്മുടെ കഴിവ്. ഓ വന്നു ഗൈസ്, വാ ഇന്നപ്പിടി പേടി വാ. യു ഗൈസ്, ഓ ഗൈസ് ബൈ ബൈ ടാറ്റ ഗുഡ് ബൈ ഗയാ. എന്തുവായാലും ഗൈസ് നമ്മളാണെങ്കിൽ എന്തുവായാലും സ്ലിൻഡറിനെ തളച്ചല്ലോ ഗൈസ്, ആദ്യത്തെ ഡേ തന്നെ. അതൊരു നല്ല കാര്യം തന്നെയാണ് ഗൈസ്. അന്നേരം ഡേ 2 വീഡിയോ കിച്ചിൽ ലെന്ത് കൂടി പോയി, അതിനാൽ ഡേ 3യും 4ഉം
അടുത്ത എപ്പിസോഡിൽ വരുന്നതാണ് 2ൻ്റെ ബാക്കിയും. അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനാരും മറക്കല്ലേ.